ഇന്ന് വന്നപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. കാരണം കഴിഞ്ഞ തവണ വന്നപ്പോൾ ഈ ബസ്സിൻ്റെ പുറകെ ആളുകൾ, പ്രായമുള്ള അമ്മമാരൊക്കെ ഓടുന്ന കാഴ്ചയാണ് കണ്ടത്. പക്ഷെ അന്ന് ഞാൻ പറഞ്ഞു ഒരു ബാരിക്കേഡ് വെച്ച് പിടിപ്പിക്കും. ഉടൻ തന്നെ പോലീസും ദേവസ്വം ബോർഡും ട്രാൻസ്പോർട്ട് എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് മുള കൊണ്ട് ബാരിക്കേഡ് വെച്ചു, പൈപ്പൊക്കെ വെച്ച് കെട്ടി ബാരിക്കേഡ്. പക്ഷേ ഇപ്പോൾ അത് പെർമനൻ്റായിട്ട് ദേവസ്വം ബോർഡ് ബാരിക്കേഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ പ്രമോദിനോട് പറയും, ഇവിടെ വരുമ്പോൾ നമ്മൾ ആ പാലത്തിലൊന്ന് കയറുന്ന, ഞാൻ അരുണിനോടും പറഞ്ഞു, ആ പാലം വന്ന് കയറുന്നിടത്ത് ആളുകളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു നടക്കുകയായിരുന്നു. ഇപ്പോൾ ഒന്നും കാണാനില്ല. കാരണം വണ്ടികൾ നിരത്തിയിട്ടിട്ടുണ്ട്, അതിലേക്ക് വന്ന് കൃത്യമായി അപകടമില്ല. കാരണം ഓടുന്ന വണ്ടിയുടെ പുറകിൽ ഓടുന്ന അമ്മമാരെയൊക്കെ കാണാമായിരുന്നു അന്ന്. ഇപ്പോൾ എല്ലാവരും വരുന്നു, കറക്റ്റ് ഒരു ടീം വന്നു കഴിഞ്ഞാൽ ആ ടീമിൽ ഒരുമിച്ച് ഒരു വണ്ടി കയറാനും പോകാനുള്ള സൗകര്യമുണ്ട്. ഞാൻ KSRTCയുടെ പ്രവർത്തനങ്ങളും MVDയുടെ സേഫ് സോൺ പ്രവർത്തനങ്ങളും വിലയിരുത്തിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ടാണ് വൈകിയത്. വളരെ സംതൃപ്തിയുണ്ട്. സേഫ് സോണിൻ്റെ പ്രവൃത്തി വളരെ നന്നായി നടക്കുന്നു. ഒരു ആക്സിഡൻറ്റ് ഡെത്ത് ഉണ്ടായില്ല. എരുമേലിയിൽ ഉണ്ടായ ഒരു ഡെത്ത് എന്ന് പറയുന്ന അവിടെ ലോക്കലായിട്ടുള്ള ഒരാൾ ബൈക്കിൽ പോകുമ്പോഴുണ്ടായതാണ്. ബൈക്ക് വന്ന് ഇടിച്ചതാണ്. അതിൻ്റെ തൊട്ട് തലേ ദിവസം അയാളെ അമിത വേഗത്തിൽ പോയതിന് ശാസിച്ചതാണ്. മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർ ശാസിച്ച ആളാണ്. അതുകൊണ്ട് സംഭവിച്ച, അല്ലാതെ അയ്യപ്പന്മാർക്ക് ഇതുവരെയും യാതൊരു വിധത്തിലുള്ള അപകടവും സംഭവിച്ചു, ഒരു മരണവും സംഭവിച്ചില്ല എന്നുള്ളതിൽ വളരെ ഒരു സന്തോഷവും ആത്മാർത്ഥമായൊരു പ്രാർത്ഥനയുണ്ട്. അതുപോലെ തന്നെയാണ് ഈ വണ്ടി കേടായി കിടക്കുമ്പോൾ എടുക്കാൻ ക്രെയിന്, പോലീസിൻ്റെ പോലും ക്രെയിൻ ഉപയോഗിക്കാൻ കാലാവധി കഴിഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പ്രത്യേകമായ അനുമതി നൽകി. 15 വർഷം കഴിഞ്ഞ ക്രെയിൻ ഉപയോഗിച്ചോളാൻ പറഞ്ഞുകൊണ്ട് ക്രെയിനിന് ഷോർട്ടേജ് ഉണ്ടായില്ല. പോലീസിൻ്റെ തന്നെ ആദ്യം ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. മന്ത്രി എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ അപ്പം തന്നെ നിയമത്തിലൊരു വ്യവസ്ഥയുണ്ട്. പോലീസിൻ്റെ, ഫയർഫോഴ്സിൻ്റെയും MVDയുടെയും ഫോറസ്റ്റിൻ്റെയൊക്കെ വാഹനങ്ങളെ 15 വർഷം കഴിഞ്ഞാലും ഉപയോഗിക്കാം. അതിൻ്റെ ഉത്തരവ് സർക്കാർ ഇറക്കിയിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ ഇറങ്ങിക്കഴിഞ്ഞു. ഇപ്പം 30 ദിവസം കഴിഞ്ഞിരിക്കണം. നിലവിൽ വന്നു കഴിഞ്ഞു. പോലീസിൻ്റെ വണ്ടി, ഫയർഫോഴ്സിൻ്റെ വണ്ടി, ഫോറസ്റ്റിൻ്റെ വണ്ടി, ഹെൽത്ത്, ആംബുലൻസുകൾ, MVDയുടെ വണ്ടി, ഇതെല്ലാം 15 വർഷം കഴിഞ്ഞാലും ഉപയോഗിക്കാം. കാരണം യൂണിഫോംഡ് ഫോഴ്സിൻ്റെ എമർജൻസി വെഹിക്കിൾസാണ് അതെല്ലാം. അപ്പോൾ അങ്ങനെ ക്രെയിൻ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ അതിന് അനുവാദം കൊടുത്തു. അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ഇറങ്ങിയതിന് ശേഷമാണ്. അപ്പം ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ടൊക്കെ അവർക്ക് പല കാര്യങ്ങളും പെട്ടെന്ന് തന്നെ മാറ്റാൻ കഴിഞ്ഞു. പോലീസിനും MVDക്കും. പോലീസും MVDയും കൂടെ ചേർന്നുകൊണ്ടുള്ള ഈ ഒരു സേഫ് സോൺ പദ്ധതി ഒരു വലിയ വിജയമാണ്. കാരണം അത് നല്ല രീതിയിൽ ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നു. കാരണം റിപ്പയറായി കിടക്കുന്ന വണ്ടികൾ, അപകടത്തിൽപ്പെടുന്ന വണ്ടികൾ, ഇതെല്ലാം എടുത്തു മാറ്റുന്നതുകൊണ്ട് ട്രാഫിക് കുരുക്കൊഴിവാവുകയാണ്. പിന്നെ ഒരു 6-7 ബ്ലാക്ക് സ്പോട്ട് ഇപ്പോൾ സൂചിപ്പിച്ചു. അതിന് ഇപ്രാവശ്യം അവിടെ ആളെ നിർത്തിയിട്ട് MVD ഉദ്യോഗസ്ഥരെ നിന്നുകൊണ്ട് ടേണിങ്ങിലുള്ള ഓവർടേക്കിംഗ് പോലീസും കൂടി സഹകരിച്ചുകൊണ്ട് ഒഴിവാക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ബ്ലോക്ക് ഒഴിവായി. ഈ ടേണിങ്ങിൽ വന്ന് ഓവർടേക്ക് ചെയ്ത് വരുമ്പോൾ അപകടം ഉണ്ടാവാനും ബ്ലോക്ക് ഉണ്ടാവാനും സാധ്യതയുണ്ട്. അവിടെയെല്ലാം ഡിവൈഡർ വയ്ക്കാനുള്ള ഒരു പ്രപ്പോസൽ ഈ മകരവിളക്ക് കഴിഞ്ഞ ഉടൻ തന്നെ MVD പത്തനംതിട്ട RTO കൂടിയായ ശ്യാമിനോട് PWDയുമായി ആലോചിച്ച് പ്രപ്പോസൽ റോഡ് സേഫ്റ്റി അതോറിറ്റിയിലേക്ക് തരാനും ഈ മാസം തന്നെ കൂടുന്ന യോഗത്തിൽ അത് പാസ്സാക്കി കൊടുക്കാമെന്ന്